Welcome to Info Intelligentsia, an information channel. സെൽഫ് സ്റ്റഡി ഫാഷൻ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സെൽഫ് സ്റ്റഡി ഫാഷൻ ഡിസൈനർ ആകുമ്പോൾ ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മൈൻഡിലുള്ള കാര്യം യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിലേക്ക് ഇൻസ്ട്രക്ഷൻസും എക്സ്പെക്റ്റേഷൻസൊക്കെ ആവശ്യമാണ്. അത് മറ്റ് ജനങ്ങളെ അറിയിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റിയാണ്. നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള അത്രയും ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് ആയിരിക്കണം. ഒരു പാഷൻ ഉള്ളിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിയേറ്റീവ് ആയിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നോളജ്, കോമ്പറ്റേറ്റീവ് ആവുക, ഇത്തരം സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം ബിൽഡ് എ പോർട്ട്ഫോളിയോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡിസൈനൊക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഡ്രോവിങ്സ്, പിന്നെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തേതെന്ന് പറയുന്നത് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിരിക്കണം. ഏറ്റവും ചെറിയ ഡിഫറൻസ് വരെ മനസ്സിലാക്കാൻ കഴിയണം. കളറായിക്കോട്ടെ, ഡിസൈനിങ് ടെക്നിക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതിലുള്ള ഓരോ വർക്ക്, ഓരോ ഓർണമെൻറ്റ്സിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അഞ്ചാമത്തത് ഡ്രോ എ സ്കെച്ച്. ഡിസൈനേഴ്സിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു എബിലിറ്റിയാണ് ഈ ഒരു സ്കെച്ചിങ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കലി ആയിക്കോട്ടെ, ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നത്, മസിലിൻ ഉണ്ടാക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സിക്സ്ത്, സ്യൂയിങ് സ്കിൽസ്. പിന്നെ ഒരു ക്ലോത്ത് ഡിസൈനറിന് തീർച്ചയായും വേണ്ടത് സ്യൂയിങ് സ്കിൽസ്. ഇത് തയ്ക്കാനുള്ള ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് എബിലിറ്റി. ഒരു ആർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ എബിലിറ്റിയും വേണം. അങ്ങനെ പറയുമ്പോൾ സ്കെച്ചിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡിസൈനിങ്, മൈൻഡ്, അത്തരം കാര്യങ്ങളൊക്കെ. എയ്ത്ത് എന്ന് പറയുന്നത് അറ്റൻഡ് ഫാഷൻ ഇവൻറ്റ്സ്. ഉള്ളിലുള്ള പാഷനും അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ആവാനൊക്കെ ഇത് സഹായിക്കും. ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പുകളൊക്കെ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പാഷനേറ്റ് ആയിരിക്കും. സെൽഫ് മോട്ടിവേഷനൊക്കെ അതിലൂടെ കടന്നു വരും. നയൻത്ത്, ബിസിനസ് അക്യുമെൻ. ഒരു കൃത്യമായ ഒരു ബിസിനസ് സെൻസ് വേണം. മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊഡക്ഷൻ, ഇതൊക്കെ ഡിസൈനിങ്ങിൻ്റെയും ഡിസൈനേഴ്സിൻ്റെയും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിവ് വേണം. പത്താമത്തെ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ലിറ്ററസിയാണ്. അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാവും, ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. കമ്പ്യൂട്ടർ ലിറ്ററസി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.